UTB ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്നു. ഇന്ന് സംഭവം വെഞ്ഞാറാമൂട് കൊലക്കേസ് പ്രതി ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച് അപ്പാന്റെ നില അതീവ ഗുരുതരം, ശ്വസിക്കുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ എന്നുള്ളത് സംഭവം എന്താ മനസ്സിലായി? ആരാന്നുള്ളത്? ഒരു കുടുംബത്തിലെ ആൾക്കാരെ 4 പേരെ കൊന്ന വ്യക്തിയല്ലേ കൊലയാളി. അതായത് സ്വന്തം അനിയനെയും പിന്നെ അവന്റെ കാമുകിയെയും പിന്നെ കാമുകിയെ കൊന്നത് എങ്ങനെയുള്ളത് ചുരുക്കം പറയാം. എങ്ങനെ വെച്ചാൽ അവളുടെ വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ഈ അപ്പാൻ എന്താ വെച്ചാൽ വീട്ടിലേക്ക് സാധനം മേടിച്ച് വീട്ടിലെത്തി ആ പയ്യനോട് വെച്ചിട്ട് ആദ്യം അവൻ കൊല്ലാൻ ശ്രമിച്ചത് കൊന്നു വിചാരിച്ച് മരിച്ചു വിചാരിച്ച അവൻ്റെ ഉമ്മയാണ് അല്ലേ? പക്ഷെ അവൻ്റെ ഉമ്മക്ക് സമയമായിട്ടില്ലായിരുന്നു. ഉമ്മ രക്ഷപ്പെട്ടു. പിന്നെ എളാപ്പയെയും എളാമ്മയെയും രക്ഷപ്പെട്ടു. ഇവന്റെ ഉപ്പ എവിടെയെന്ന് വെച്ചാല് ഗൾഫിലാണ്. പറഞ്ഞൊക്കെ നമ്മുടെ പൊതു സമൂഹം കേരളം. അപ്പൊ എന്താ വിഷയം വെച്ചാൽ ഓൻ അന്നൊക്കെ ചോദിച്ചപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ലഹരി ഉപയോഗിക്കില്ല. അവനെന്ത് കാരണം വെച്ചാൽ അവന്റെ ഈ ആഡംബര ജീവിതത്തിന് പൈസ ഇല്ല. പിന്നെ അതിന്റെ കാരണത്താല് ഓരോ എന്തെല്ലാം പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ അവന്റെ ഇളാപ്പാനായിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ ഇവന്റെ ഓരോരോ നീക്കുപോക്കുകളൊക്കെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. പിന്നെ ഉമ്മാനെ കൊലപ്പെടുത്തിയതൊക്കെ കാരണങ്ങളൊക്കെ ഉരുണ്ട് കളിച്ചത് വിഷയങ്ങളായിരുന്നില്ല. പക്ഷെ സ്വന്തം അനിയനൊക്കെ വെട്ടുന്ന സമയം ആലോചിച്ച് വെക്കുക. ആ പയ്യനെ ഫസ്റ്റ് വെട്ടിട്ടില്ല, രണ്ടാമത്തെ വെട്ടിട്ട സമയത്തൊക്കെ ആ ചെക്കൻ ആ മുഖത്തോട് നോക്കിയത് തേങ്ങിയതുണ്ടോ? അതേപോലെ തന്നെ സ്വന്തം ഗർഭം നൽകിയ ഉമ്മാനെ കൊലപ്പെടുത്താൻ നോക്കി. പക്ഷെ ആ ഉമ്മ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം തെളിയുന്നത്. പക്ഷെ അത് ആ ഉമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു ഏത് മകൻ ഇങ്ങനെ 4 പേരെ കൊണ്ടുവന്നു. പിന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഉമ്മ പറഞ്ഞതാ ഞാൻ കട്ടിലിൽ വീട് ഞാൻ പറഞ്ഞത് സ്വന്തം മോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു പ്രതിയാണ് വെഞ്ഞാറാമൂട് കൊലക്കേസ് പ്രതി അഫാൻ. അപ്പൊ അവൻ എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് വാർത്തയിലൂടെ കേൾപ്പിച്ചത്. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. UTB ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് UTB ബ്ലോക്ക്. അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അഫാനോടൊപ്പം ഒരു തടവുകാരനെയും എപ്പോഴും നിരീക്ഷണത്തിന് പാർപ്പിച്ചിരുന്നു. ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ TV കാണിക്കുന്ന ദിവസമാണ്, ഞായറാഴ്ച രാവിലെ. അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ്. അവിടെ എപ്പോഴും നിരീക്ഷണത്തിന് 2 പ്രസിഡന്റ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ഒപ്പമുണ്ടായ തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ പറയുന്ന വാർഡൻ നിന്നിരുന്നത്. അപ്പോൾ ഉണക്കാനിട്ടിരുന്ന അവിടെ ഈ അലക്കിയ ശേഷം ഉണങ്ങാനായിട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്ത് കയറി ശുചിമുറിക്ക് അകത്ത് കയറി. ഈ ശുചിമുറിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡോറില്ല. ആ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്നൊരു കമ്പി ഈ മുണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഞരക്കവും ശബ്ദവും കേട്ട് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഓടി അവിടെ എത്തി. അയാൾ വിളിക്കുകയും മറ്റു തടവുകാർ TV കണ്ടുകൊണ്ടിരുന്ന മറ്റു തടവുകാരെല്ലാം ഓടിയെത്തുകയും അപ്പോൾ തന്നെ അഴിച്ചിറക്കി ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അഫാന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇടയ്ക്ക് ശ്വസിക്കുന്നുണ്ട്. പക്ഷേ തലച്ചോറിലേക്കുള്ള ഈ പറയുന്ന ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഈ അയാളുടെ പ്രായമൊക്കെ കണക്കാക്കുമ്പോൾ ഒരു അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് ഇപ്പൊ ഇത്രയും കൊലപാതകം ചെയ്ത് അതിന്റെ ഒരു പശ്ചാത്താപം ഇത്ര ആൾക്കാരെ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. കാരണം എന്താ വെച്ചാല് ഒരു കൊലപാതകമായാലും 2 കൊലപാതകത്തിനാലും ഞാൻ കൂടുതലായാലും അവരൊരാളെ നമ്മള് കൊന്നു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മാനസികാവസ്ഥയൊക്കെ തെറ്റും. ഒരു മാനസിക ശാന്തരാവും. രാത്രി ഉറക്കൊന്നും കിട്ടാതെ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത് കുട്ടിയെ കുറിച്ച് ആലോചിച്ച് മൈൻഡ് ഔട്ട് ആവും. അങ്ങനെ ഉള്ളൊരു സംഭവത്തില് ഇന്നിപ്പോ നമ്മളെ വാർത്തയെ പറഞ്ഞ പോലെ മറ്റു തടവുകാരൊക്കെ ഫോൺ ചെയ്യാനും TV കാണാനൊക്കെ പോയ സമയത്ത്
ശുചിമുറിയിൽ കയറി ഉണക്കാട്ടിന് മുണ്ട് കാലത്ത് ചുറ്റി തൂങ്ങി. ആ ഞരക്കം കേട്ടപ്പോഴാണ് വാർഡൻ കൂടി എത്തിയിട്ട് രക്ഷിച്ചത്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അത് കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒന്ന് സംഭവിച്ചാൽ ജയിലിൽ വെച്ചാണ് ഒരു പ്രതി തൂങ്ങി മരിച്ചാൽ ഇതായിരിക്കില്ല നാളത്തെ അവസ്ഥ. നാളെ സമൂഹം ആ ജയിൽ വാർഡന്മാരെയും കൂടെയുള്ള തടവുകാരെയും ഒക്കെ വിശ്വസിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തൂക്കുകയറില്ല. ആ തൂക്കുകയറില്ലാത്തതാണ് അപ്പാനെപ്പോലത്തെ ആളുകളൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത്. എത്ര പോലെ കൊലക്കേസ് പ്രതികൾ നമ്മുടെ ജയിലിലുള്ളവരുണ്ട്, ജീവപരമാക്കിയിട്ട്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ കോടതി ഇടപെട്ടിട്ട് ശിക്ഷ നടപ്പാക്കുമ്പോഴും മരണം വരെ തൂക്കിക്കൊല്ലുക എന്നുള്ളത്. മരണം വരെ തൂക്കിക്കൊല്ലുക എന്ന് വെച്ചാൽ ഒരാളെ തൂക്കിലെത്തി അഥവാ അത് കയറുകൂട്ടി വീഴുക, എൻ്റെ അവർക്കാരെ മരണപ്പെടുകയോ ചെയ്യാതെ വീണ്ടും അയാളെ മരിക്കുമ്പോഴും തൂക്കിക്കൊല്ലും. അങ്ങനത്തെ നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഒരാളെ തൂക്കിക്കൊന്നത് എന്താണ്, അത് കസബ് പറഞ്ഞ അജ്മൽ കസബ് പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ തീവ്രവാദിയാണ് രാഷ്ട്രീയം. അതിനുശേഷം ആരും തൂക്കിക്കൊണ്ടിട്ടില്ല. തൂക്കിക്കൊണ്ടിട്ടില്ല. അത് വേറെ ഒന്നുണ്ട്. അതെന്താ സംഭവിച്ചാല് അതൊരു ബസ്സിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അതിൽ 2 പ്രതികൾ പ്രായപൂർത്തി അർത്തുന്നു. പക്ഷെ ഈ വിചാരണ കാലഘട്ട സമയത്ത് 1-2 പ്രതികൾ മരണപ്പെട്ടു. ബാക്കിയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. അവർക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഓരൊക്കെ കൂവിട്ട് പൂജിക്കുന്ന പോലൊക്കെ അതിന്റെ ആഗ്രഹം കൊടുത്തിരുന്നു. ഇല്ല, അതിലാരും തൂക്കിക്കൊണ്ടിട്ടില്ല. അതെന്താ അതിന്റെ ഒരു വാർത്ത നമ്മള് അതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയാണെങ്കിൽ പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ അഫാനെ കുറിച്ചിട്ടായാലും വേറെ കൊലക്കേസ് പ്രതികളെ കുറിച്ചിട്ടായാലും ഇവരൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ചാവുന്ന നല്ലത്. കാരണം ഇതൊക്കെ സംബന്ധിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇത് വെച്ചിട്ട് ഈ അഫാനും ഇനി ബാക്കി കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ അഫാനായാലും വേറെ പ്രതികളായാലും ഒക്കെ അവരൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഒരു ആത്മഹത്യയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊന്നും വേണ്ടിയിട്ടൊന്നും ഒരിക്കലും പ്രാർത്ഥിക്കാനൊന്നും പോകരുത്. കാരണം വെച്ചാൽ അവിടെ കാര്യമില്ല. അതായത് ഏതൊരു മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ഒരു ഹത്യയ്ക്ക് ഒത്തില്ല. നമ്മുടെ ജീവൻ എടുക്കാൻ അവകാശമുള്ളത് നമുക്ക് ജീവൻ നൽകിയവർക്കും തന്നെ അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് അച്ഛനല്ല, നമ്മുടെ സൃഷ്ടിയുണ്ട്, നമുക്ക് ജീവൻ നൽകിയ ഒരു അള്ളാഹു വിശ്വസിച്ച മുസ്ലിമാണ്, യാഥാർത്ഥ്യം വിശ്വസിക്കുകയാണ്. അതിന്റെ ജീവൻ എടുക്കാൻ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ, നമുക്ക് തന്നെ അവകാശമില്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരണപ്പെടുക തന്നെ വേണം. എന്തായാലും ഭയങ്കര മൃഗീയമായിട്ട് നടന്ന ഈ ഒരു കൊലപാതകത്തിലെ പ്രതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാർ മരിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതുപോലെ ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കാന്ന് വെച്ചാൽ മരിക്കുന്നവർ മരിക്കട്ടെ, ഏതായാലും തൂക്കി വെക്കുന്നില്ല. എന്തായാലും ഈ വീഡിയോയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്.